ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് ഗൾഫ് മേഖലയിലുടനീളമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വൻതോതിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണം. കുവൈറ്റിലെയും ബഹ്റൈനിലെയും തന്ത്രപ്രധാനമായ US സൈനിക ബാരക്കുകളും വിതരണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ഔദ്യോഗികമായി ഈ വ്യോമാക്രമണം നടത്തിയത്. വൻ നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ ശേഷിയുള്ള അരാഷ് കാമിക്കാസെ അഥവാ ആത്മഹത്യ ഡ്രോണുകളാണ് ഈ ഓപ്പറേഷനായി ഇറാൻ സൈന്യം പ്രധാനമായും ഉപയോഗിച്ചിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കുവൈറ്റ്, ബഹ്റൈൻ എന്നിവയ്ക്ക് പുറമെ ഇറാഖിലും ഖത്തറിലും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. വാഷിംഗ്ടണും ബീജിംഗും തമ്മിലുള്ള ആഗോള ചേരിതിരിവ് ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ അപ്രതീക്ഷിതവും ആസൂത്രിതവുമായ നീക്കം. ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന പേരിട്ടിരിക്കുന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ അരങ്ങേറിയതെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നു. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണിതെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നു. മേഖലയിലെ തങ്ങളുടെ സാന്നിധ്യത്തിന് നേരെ ഉണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളിയായാണ് പെന്റഗൺ ഈ സംഭവത്തെ വീക്ഷിക്കുന്നത്. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക ബാരക്കുകൾക്കും വിതരണ കേന്ദ്രങ്ങൾക്കും നേരെയാണ് ആക്രമണത്തിന്റെ ഒരു പ്രധാന ഘട്ടം അരങ്ങേറിയത്. മേഖലയിലെ US സൈന്യത്തിന്റെ പ്രധാന ലോജിസ്റ്റിക്സ് ഹബ്ബുകളിൽ ഒന്നായ അലി അൽ സലൈം എയർബേസ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ഡ്രോൺ പ്രഹരം. ഇവിടെ ഉണ്ടായിരുന്ന റഡാർ സംവിധാനങ്ങൾക്കും പേട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെ അരാഷ് ഡ്രോണുകൾ ആഞ്ഞടിച്ചതായാണ് റിപ്പോർട്ട്. അമേരിക്കൻ സൈന്യത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളെയും വിതരണ ശൃംഖലയെയും പൂർണ്ണമായും തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ താവളം തെരഞ്ഞെടുത്തത്. ബഹ്റൈനിലെ US വ്യോമസേനയുടെ സഖീർ എയർബേസിന് നേരെയുണ്ടായ ആക്രമണമാണ് മറ്റൊന്ന്. അമേരിക്കയുടെ അത്യാധുനിക സൈനിക ഹെലികോപ്റ്ററുകളും P-8 നിരീക്ഷണ വിമാനങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്ന അതിപ്രധാനമായ താവളമാണിത്. ഇറാന്റെ ആത്മഹത്യ ഡ്രോണുകൾ ഈ വിമാനത്താവളത്തിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ പതിച്ചതായാണ് ഇറാനിയൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ആക്രമണത്തെ തുടർന്ന് ബഹ്റൈനിലുടനീളം അപായ സൈറണുകൾ മുഴങ്ങിയത് ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഖത്തറിലും ഇറാഖിലും സമാനമായ രീതിയിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഖത്തറിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും വ്യോമാക്രമണങ്ങൾ ശ്രമങ്ങൾ ഉണ്ടായതായും എന്നാൽ അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങൾ പലതും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്തതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ഒരേ സമയം ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതോടെ ഗൾഫ് മേഖലയൊട്ടാകെ ഒരു യുദ്ധക്കളമായി മാറുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇറാൻ ഉപയോഗിച്ച അരാഷ് ഡ്രോണുകൾ സാങ്കേതികമായി ഏറെ മുന്നോട്ട് പോയ വിനാശകാരികളായ ആയുധങ്ങളാണ്. ദീർഘദൂരം സഞ്ചരിക്കാനും ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി പതിക്കാനും ശേഷിയുള്ള ഈ ഡ്രോണുകൾ പ്രതിരോധ റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ കെൽപ്പുള്ളവയാണ്. അമേരിക്കയുടെ വിഖ്യാതമായ പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടന്ന ഇവ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയത് പെന്റഗണെയും US സൈനിക മേധാവികളെയും ഒരേപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സാങ്കേതിക വിദ്യയ്ക്ക് മേൽ തങ്ങൾ കൈവരിച്ച ആധിപത്യത്തിന്റെ തെളിവായാണ് ഇറാൻ ഇതിനെ ഉയർത്തിക്കാട്ടുന്നത്. ഈ ആക്രമണങ്ങൾ സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ അത് മേഖലയിലെ അമേരിക്കൻ സൈനിക താൽപര്യങ്ങൾ കേൾക്കുന്ന ഏറ്റവും വലിയ ആഘാതമായിരിക്കും. മിഡിൽ ഈസ്റ്റിലുടനീളം അമേരിക്ക നടത്തുന്ന എല്ലാവിധ സൈനിക ഓപ്പറേഷനുകൾക്കും ഇന്ധനവും ആയുധങ്ങളും എത്തിക്കുന്ന ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് ഇറാൻ കൃത്യമായി തകർത്തത്. ഇത് വരും ദിവസങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ചലന സ്വാതന്ത്ര്യം ഗണ്യമായി കുറയ്ക്കാൻ കാരണമായേക്കാം. അമേരിക്കയിൽ ഭരണം നടത്തുന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം കനത്ത നയതന്ത്ര സൈനിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദവും ചെലുത്താൻ ശ്രമിക്കുന്ന ട്രംപിന് തങ്ങളുടെ സ്വന്തം സൈനികർക്ക് നേരെയുണ്ടായ ഈ ആക്രമണം വലിയ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദവും ഉണ്ടാക്കും. അമേരിക്കൻ സൈനികരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടുപോയത് ട്രംപ് ഭരണകൂടത്തിന്റെ മിഡിൽ ഈസ്റ്റ് നയങ്ങളുടെ പരാജയമായി പ്രതിപക്ഷം ഇതിനകം തന്നെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെയും അറബ് ലോകത്തെയും ഒപ്പം നിർത്തി അമേരിക്കയ്ക്ക് ബദലായി വലിയൊരു സഖ്യം കെട്ടിപ്പടുക്കാൻ ചൈന ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സൈനിക നീക്കം നടക്കുന്നത്. അമേരിക്കൻ മേധാവിത്വത്തിനെതിരെ റഷ്യയും ചൈനയും ഇറാനും അടങ്ങുന്ന ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഒറ്റപ്പെടുന്നു എന്ന തോന്നൽ ശക്തമാക്കാൻ ഇറാന്റെ ഈ ആക്രമണങ്ങൾക്ക് സാധിക്കും. പരമ്പരാഗതമായി അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ബഹ്റൈനും ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. തങ്ങളുടെ മണ്ണിലുള്ള അമേരിക്കൻ താവളങ്ങൾ ഇറാന്റെ നേരിട്ടുള്ള ലക്ഷ്യങ്ങളായി മാറിയതോടെ ഈ രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷയും അപകടത്തിലായിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് താവളങ്ങൾ അനുവദിക്കുന്നത് തുടർന്നാൽ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്ന ഇറാന്റെ പരോക്ഷ മുന്നറിയിപ്പ് ഈ രാജ്യങ്ങളെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചേക്കാം.
ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നീക്കം കേവലം പ്രകോപനമല്ല, മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള യുദ്ധസന്നദ്ധതയുടെ പ്രഖ്യാപനമാണ്. തങ്ങളുടെ ആണവ പദ്ധതികൾക്കും പ്രാദേശിക താല്പര്യങ്ങൾക്കും എതിരെ നിൽക്കുന്ന അമേരിക്കയെ തങ്ങളുടെ മണ്ണിൽ നിന്ന് തന്നെ തുരത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇറാൻ നീങ്ങുന്നത്. ഇതിനായി തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഉപയോഗിക്കാൻ അവർ മടിക്കില്ലെന്ന് ഈ ആക്രമണം തെളിയിക്കുന്നു. ആഗോള ഊർജ്ജ വിപണിയെയും ഈ സംഭവ വികാസങ്ങൾ വൻതോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ സ്റ്റേറ്റ് ഓഫ് ഹോർമുസിന് തൊട്ടടുത്താണ് ഈ സംഘർഷങ്ങളെല്ലാം നടക്കുന്നത്. യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ കനക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും അത് ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യും. പെന്റഗൺ ഈ ആക്രമണങ്ങൾക്ക് എങ്ങനെയുള്ള തിരിച്ചടിയാണ് നൽകാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു വലിയ തിരിച്ചടിക്ക് അമേരിക്ക മുതിർന്നാൽ അത് മിഡിൽ ഈസ്റ്റിൽ ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. തിരിച്ചടിച്ചാൽ ഇറാന്റെ പക്കൽ നിന്നും ഇതിലും ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ സാങ്കേതിക യുദ്ധമുറകളുടെ പ്രാധാന്യവും ഈ സംഭവം അടിവരയിടുന്നു. വലിയ പടക്കപ്പലുകളോ യുദ്ധവിമാനങ്ങളോ ഇല്ലാതെ ചെലവ് കുറഞ്ഞതും എന്നാൽ അതീവ മാരകവുമായ ഡ്രോണുകൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തിയുടെ സൈനിക താവളങ്ങളെ നിശ്ചലമാക്കാൻ കഴിയുമെന്ന് ഇറാൻ കാണിച്ചു തന്നു. ഇത് ആഗോള സൈനിക തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറബ് ബ്രിക്സ് സഖ്യത്തിലൂടെ അമേരിക്കയെ നയതന്ത്രപരമായി പൂട്ടാൻ ഉറ്റുനോക്കുമ്പോൾ ഇറാൻ അതിനെ സൈനികമായി നേരിടുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് നീക്കങ്ങളും വാഷിംഗ്ടണിന്റെ ആഗോള ആധിപത്യത്തിന് മേലെ ഏൽപ്പിക്കുന്ന പ്രഹരങ്ങൾ ചെറുതല്ല. പുതിയൊരു ആഗോള ക്രമത്തിനായുള്ള പോരാട്ടം മിഡിൽ ഈസ്റ്റിന്റെ മണ്ണിൽ ചോരയും തീയും പടർത്തിക്കൊണ്ട് കൂടുതൽ തീവ്രമാവുകയാണ്.